ജീവിയാണ്. ഇരകൾ നിരവധി. ഭയപ്പെടുത്തിയത് ഒരൊറ്റ കാര്യം. ഷെഫീന ബീവിക്ക് കണക്കിന് കൊടുത്ത് ദയാ സുജിത്ത്. ഷഫീനയ്ക്ക് മറുപടിയുമായി ദയാ സുജിത്ത് രംഗത്തെത്തി. അവർ ഒരു മനുഷ്യനല്ല, ഒരു ജീവിയാണെന്നും താൻ മാത്രമല്ല നിരവധി സ്ത്രീകൾ അവരുടെ ഇരകളാണെന്നും ദയ പറഞ്ഞു. നടി മഞ്ജു പിള്ളിയുടെയും സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവിൻ്റെയും മകൾ ദയക്കെതിരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കടുത്ത വിമർശനം ഉന്നയിച്ച വ്ളോഗർ ഷെഫീന ബീവിക്ക് നേരെ വൻ വിമർശനങ്ങൾ ഉയരുകയാണ്. തദവസരത്തിൽ ഷഫീനയ്ക്ക് മറുപടിയുമായി ദയാ സുജിത്ത് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അവരൊരു മനുഷ്യനല്ല, ജീവിയാണെന്നും താൻ മാത്രമല്ല നിരവധി സ്ത്രീകൾ അവരുടെ ഇരകളാണെന്നും ദയ പറഞ്ഞു. ഇനി ദയാ സുജിത്തിൻ്റെ വാക്കുകളിലേക്ക്. ഞാനിപ്പോൾ ചെറുതായിട്ട് എയറിലാണ്. എയറിൽ നിന്ന് മാറി ഇപ്പോൾ സ്പേസിലേക്ക് ആകുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. കുറച്ച് ദിവസം മുൻപ് വ്യക്തിപരമായ കാര്യങ്ങൾ കാരണം കുറച്ച് ഡൗൺ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നത്. ദിവസം ഞാനങ്ങ് എയറിലായി. അടുത്ത ദിവസം അവരുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പേര് പറഞ്ഞ് ആ നെഗറ്റീവ് എനർജി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചൂടെണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടില്ലേ, അതിൻ്റെ കൂടെ വെള്ളവും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെയായിരുന്നു കാര്യങ്ങൾ. പ്രതികരിക്കേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ വീഡിയോ മുഴുവനായി കാണാത്തത് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വില ഒന്നും ഉണ്ടായിരുന്നില്ല. കാലിൻ്റെ അടിയിലെ പൊടിയുടെ വിലയെ എനിക്കുണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ അതിൽ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരുണ്ടായിരുന്നു. അവർ അവരുടേതായ കാര്യങ്ങളിൽ ബിസിയാണ്. ഒഴിവാക്കി വിടാം എന്നായിരുന്നു. ഇത്തരക്കാർക്ക് വേണ്ടി എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആ എനർജി ഈ പൂവിന് കൊടുത്താൽ വിലയുണ്ടാകും. അവരെ മനുഷ്യൻ എന്നല്ല വിളിക്കേണ്ടത്, വേറെ എന്തോ ഒരു ജീവിയാണ്. എനിക്ക് മാത്രമല്ല വേറെ പല സ്ത്രീകൾക്കും എതിരെ ഇവർ സംസാരിച്ചിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ ഞാൻ മാത്രമല്ല വേറെ കുറേ പേരും അവരുടെ ഇരകളായിട്ടുണ്ട്. എന്തായാലും ഇതിലൂടെ സംഭവിച്ചൊരു നല്ല കാര്യം എന്തെന്നാൽ എനിക്ക് കുറേ പേരുടെ സ്നേഹം കിട്ടി. ഈ വിവാദം കൊണ്ട് എന്നെ അറിഞ്ഞ കുറേ പേരുണ്ട്. മോളെ നീ അടിപൊളിയാണ് പറഞ്ഞുള്ള ഒരുപാട് ലൈവ് കിട്ടുന്നുണ്ട്. സെലിബ്രിറ്റികൾ എനിക്ക് സപ്പോർട്ട് തന്നു. അങ്ങനെ ഒത്തിരി പേർ. ഞാനൊരു നാടകത്തിൻ്റെ ഭാഗമായി സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഇതൊന്നും ബാധിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനെ സംസാരിക്കണമെന്ന് ചിലർ ചോദിക്കും. ഇതെൻ്റെ വ്ളോഗാണ്, എൻ്റെ വീഡിയോ ആണ്. പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. ആരുടെയെങ്കിലും ജീവിതത്തെ ബാധിക്കുന്നത് വരെ എല്ലാം വെറും കളിയും തമാശയുമാണ്. എനിക്കതൊന്നും ബാധിക്കില്ല. പക്ഷേ എനിക്ക് നല്ല ദേഷ്യമുണ്ട്. പക്ഷേ അത് എൻ്റെ ജീവിതത്തെ അത് ബാധിക്കില്ല. ഈ സ്ത്രീ കാരണം എനിക്കത് പറയേണ്ടി വന്നതാണ്. സോറി. ജീവി കാരണം, അവർ കാരണം നിരവധി പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയല്ല. അങ്ങനെ ചെയ്യാൻ അവൾക്ക് യാതൊരു അവകാശവും ഇല്ലായിരുന്നു. എത്രയൊക്കെ വിട്ടുകളയണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് ഈസി ആയിരിക്കില്ല. ഇതൊക്കെ പോട്ടെ, വളരെ മോശമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട് എനിക്ക്. 98% ആളുകളും അവർക്കൊപ്പമാണ്. അവർ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവർ അതെന്നെ ഭയപ്പെടുത്തി. അവർ പറയുന്നത് അത്രയും പേർ അംഗീകരിച്ചത് ഭയമുണ്ടാക്കി. ഷോക്കല്ല, പേടി. 2% ആളുകൾ എന്നെ പിന്തുണച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യണമെന്നല്ല, എന്നെ നോക്കാൻ എനിക്കറിയാം. പക്ഷേ അവർ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഞാൻ ഭീഷണിപ്പെടുത്തുക ഒന്നുമല്ല കേട്ടോ. ഇരയ്ക്കെതിരായി നിന്നവർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് പറഞ്ഞത് എന്നത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പേടിപ്പിക്കുന്നതും അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായാണ് എയറിൽ കയറുന്നത്. നിങ്ങളുടെ അനുഗ്രഹം വേണം. അമ്മയുടെ അനുഗ്രഹമുണ്ട്. അച്ഛൻ ബിസിയാണ്, ആ അനുഗ്രഹവും കിട്ടും. മക്കളെ നീ താഴെ വരുമെന്ന് അമ്മമ്മയുടെ അനുഗ്രഹം ഉണ്ട്. തൽക്കാലം എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്നെയും പിന്തുണച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി. എനിക്ക് വേണ്ടി നിന്നതിന് നന്ദി. നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കൊണ്ടിരുന്ന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വാക്കുകൾക്ക് അതീതമാണത്. ഒരു കൊച്ചു കുഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചിയാണ് എന്നെ മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അത്രയൊക്കെ വേണ്ടു. ഞാൻ ഓക്കെയാണ്. വെറുതെ പറയുന്നതല്ല, ഞാൻ ഓക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എല്ലാവരും ദിവസം മരിക്കും. എല്ലാവരും മണ്ണിനടിയിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ തിരിച്ചു വന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതിലൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ഏതായാലും സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. എന്നിങ്ങനെ പോകുന്നു നമ്മുടെ ദയാ സുജിത്തിൻ്റെ വാക്കുകൾ. അപ്പോൾ ദയയോട് എല്ലാവരും യോജിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ദയ ഒരു മോഡലാണ്. മോഡലിങ്ങിൻ്റെ ഭാഗമായി അവർക്ക് കുറേയധികം പുതിയ മോഡേണായിട്ടുള്ള വേഷങ്ങൾ ചെയ്യേണ്ടി വരും. എപ്പോഴും റെയിൻകോട്ടും ജേഴ്സിയും മറ്റും നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും ദയാ സുജിത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മോഡലിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന വേഷവിധാനത്തോട് അവരുടെ അമ്മയ്ക്ക് അച്ഛനും എതിർപ്പില്ല. നമ്മൾക്ക് എന്തിനാണ് പ്രശ്നം? അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.